നമസ്കാരം. അമ്മയ്ക്ക് വയറുവേദന, മോക്ക് വീണ വായന എന്നൊരു നാടൻ ചൊല്ലുണ്ടല്ലോ. എന്ന് വെച്ചാൽ എനിക്ക് തമാശയായിട്ട് തോന്നുന്നു, എന്നാൽ കേൾക്കുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ സീരിയസ് ആകാം, ഇത് അനുഭവിച്ചവർക്ക് സീരിയസ് ആകാം. എന്തെന്ന് വെച്ചാലേ, 2 ദിവസം മുമ്പ് ഞാനൊരു കാര്യം കണ്ടു. ഞാൻ പറയുമ്പോഴേക്കും ചിരി വരുന്നു, പക്ഷെ ഭയങ്കര സീരിയസ് ആണ്. ആ വിഷയം ഒന്ന് സീരിയസ് ആണ്. ക്ഷമിക്കണം, ഞാൻ ചിരിക്കണതിന് ക്ഷമിക്കണം നിങ്ങൾ. നമ്മൾ തിരുവനന്തപുരത്ത് പ്രശസ്തമായിട്ടൊരു നദിയാണല്ലോ, ആറാണല്ലോ, കരമന ആറെന്ന് പറയുന്നത്. അവിടെ ഈ ഒരു യുവതി ആത്മഹത്യക്ക് ശ്രമിച്ചു. ഈ കരമനയാറെന്ന് പറയെങ്കിലും കരമനയല്ല സ്ഥലം നടന്നത്, ഈ കരമനയാറ് വരുന്ന ഒരു സ്ഥലത്താണ്. കറക്റ്റ് സ്ഥലം ഞാൻ പറയുന്നില്ല, നമ്മൾ പറഞ്ഞാലെല്ലാവരും ആ ആളിനെ തിരിച്ചറിയുന്നതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അതായത് ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട് യുവതി ഈ സ്ഥലത്ത് വരുന്നു, വെള്ളത്തിലെടുത്ത് ചാടുന്നു. അപ്പോൾ നിലവിളിയൊക്കെ കേട്ട് ആൾക്കാർ പുറകെ വന്നു. അവിടെ പാടത്തിൻ്റെ കരയിലും കടവിൻ്റെ എല്ലാം വന്ന് ആൾക്കാരെല്ലാം കൂടി. ഈ യുവതി ഒഴുകി ഏതാണ്ട് ആ നദിയുടെ നടുക്ക് ഭാഗത്തെത്തി. ഇപ്പം ചിലപ്പോൾ എല്ലാവരും കണ്ടു കാണും, അത് സോഷ്യൽ മീഡിയയിലൊക്കെ അത് വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് രംഗം ഞാൻ കണ്ടു, അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഇപ്പം നമ്മളൊക്കെ ഓടിച്ച് നോക്കിയപ്പോഴത്തേക്കും ഇങ്ങനെ ആ യുവതി രക്ഷിക്കണേ എന്ന് കിടന്ന് നിലവിളിക്കുന്നുണ്ട്. ഇവിടെയാണ് ഞാൻ പറഞ്ഞൊരു തമാശ. ആത്മഹത്യ ചെയ്യാൻ ചാടിയ യുവതിയാണ്. ആ ലേഡി വിളിക്കുന്നു രക്ഷിക്കാൻ. പറയാതെ നമുക്ക് കേൾക്കുമ്പോൾ ചിരി തോന്നും അല്ലേ, പക്ഷെ നല്ല സീരിയസ് ആണ്. അവർക്ക് അവരുടേതായ മാനസിക പ്രശ്നങ്ങളും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളും കാണും. അതുകൊണ്ടാണല്ലോ ഇങ്ങനെ ശ്രമിക്കുന്നത്. നമുക്ക് കാണുന്നവർക്ക് അതിനെപ്പറ്റി അറിയില്ലല്ലോ, അനുഭവിക്കുന്നവർക്ക് അതിൻ്റെ ഒരു ഡെപ്ത് അറിയാൻ പറ്റുള്ളൂ. എന്തു തന്നെ ആയിക്കോട്ടെ, ആത്മഹത്യ ഒരു പരിഹാരമാണോ? അല്ല, ഒരിക്കലുമല്ല. ദൈവം തന്ന ജീവിതം ജീവിച്ച് തീർക്കുക. നമ്മൾ പോകാൻ സമയമാകുമ്പോൾ ദൈവം അങ്ങ് തിരിച്ചു വിളിക്കും, നമ്മളങ്ങ് പോവും. അതിന് എങ്ങനെയായിരുന്നാലും അങ്ങനെയല്ലേ സംഭവിക്കുന്നത്. അവിടെ നമ്മളൊരു തീരുമാനം എടുക്കണോ? ആത്മഹത്യ ചെയ്യേണ്ട കാര്യം ഉണ്ടോ? എന്ത് പ്രശ്നം ഉണ്ടായെങ്കിലും ശരി തന്നെ അത് പറഞ്ഞു തീർത്ത് അത് മുന്നോട്ട് കൊണ്ടുവന്ന വിഷയമേ ഈ ഭൂമിയിലുള്ളൂ. ചിലപ്പോൾ നമുക്ക് തോന്നും എനിക്ക് മാത്രം ഭയങ്കര ദുരിതം ഈ ഭൂമിയിൽ ദൈവം തന്നു എന്നൊക്കെ. അങ്ങനെയല്ല. ജീവിതമെന്ന് പറയുന്നത് അതാണല്ലോ. കയറ്റം ഇറക്കങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. നമ്മൾ ഭയങ്കര ഒരു കയറ്റം കയറിയിട്ട് പകുതി എത്തുമ്പോൾ നമുക്ക് കയറാൻ വയ്യ എന്ന് പറയും. അതിൻ്റെ മുകളിലെത്തുമ്പോഴത്തേക്കും തിരിച്ച് കുത്തനെ ഇറക്കണം, സുഖമായിട്ട് പോകും. നമ്മൾ കയറ്റം മുകളിലെത്താനൊരു ഇത്തിരി പാടുപെട്ടു, വളരെ കഷ്ടപ്പെട്ടു. മുകളിലെത്തി കഴിഞ്ഞാൽ തിരിച്ച് അടുത്ത ഇറക്കണം വരുന്നത്, നമ്മൾ സുഖമായിട്ട് അങ്ങോട്ട് പോകത്തില്ലേ? അതുപോലെയല്ലേ ജീവിതവും. എന്ത് പ്രശ്നം ഉണ്ടായിരുന്നാലും ഈ ഒരു സാഹസത്തിന് ആരും മുതിരരുത്. ഇപ്പം ആ യുവതി എടുത്ത് ചാടിയിട്ട് പിന്നെ തോന്നിക്കാണും ജീവന് വേണ്ടി നിലവിളിക്കുകയാണ്. പക്ഷെ അതിനെന്തോ ഈ നിലവെള്ളം ചവിട്ടാന്നൊക്കെ പറയില്ലേ, എനിക്ക് അതിൽ നീന്തൽ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. പക്ഷെ അത് വെള്ളത്തിലിങ്ങനെ പൊങ്ങിക്കിടന്നുകൊണ്ടാണ് നിലവിളിക്കുന്നത്. അത് ആറിൻ്റെ നടുക്ക് ഭാഗത്താണ്, ആഴമുള്ള സ്ഥലവും കൂടിയാണത്. ശകലം കൂടെ പോയാൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ആരൊക്കെ ഫയർഫോഴ്സിനേക്ക് അറിയിച്ചു. ഫയർഫോഴ്സ് ഏതോ 2 സ്റ്റേഷനിൽ നിന്ന് അറിയിച്ച് 2 പേരും പുറപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. നാട്ടുകാർ വടവുമൊക്കെ അന്വേഷിച്ച് നടക്കുന്നു, രക്ഷപ്പെടുത്താണ്ട് ഇത് നാട്ടുകാരും ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെ ഈ ഫയർഫോഴ്സൊക്കെ വരുന്നതിന് മുന്നേ നാട്ടുകാർ തന്നെ ഇറങ്ങി കയറൊക്കെ ഇട്ട് എങ്ങനെയൊക്കെ ആ യുവതിയെ കയറൊക്കെ അടിച്ചു. അപ്പോഴത്തേക്കും ഫയർഫോഴ്സുകാരും പോലീസൊക്കെ വന്നു. ആ യുവതിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. വേറെ ഒന്നും സംഭവിച്ചില്ല, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എന്താ കൂടുതൽ അതിൻ്റെ പേരും അതൊക്കെ പറയുന്ന സ്ഥലമൊക്കെ അവിടെ പറയുന്ന കേട്ടു. പക്ഷെ അതൊന്നും ഞാനിവിടെ പറയുന്നില്ല. എന്തിനാണ് ഇതിനൊക്കെ ശ്രമിക്കുന്നത്? അതിൻ്റെ ആവശ്യമുണ്ടോ? എനിക്കിപ്പം പറയാൻ പറ്റുമോ? ഇപ്പം ഈ പറഞ്ഞ കക്ഷി ഇത് കേൾക്കുകയാണെങ്കിൽ, ഈ ചെയ്ത കക്ഷി ഇത് കേൾക്കുകയാണെങ്കിൽ പറയും, അപ്പോൾ നിങ്ങൾക്ക് പറയാം ഞാനല്ല അനുഭവിക്കുന്നത് അല്ലെങ്കിൽ അനുഭവിച്ചത് എന്നൊക്കെ പറയായിരിക്കും. അതൊക്കെ അതിന് താങ്ങാൻ പറ്റുന്ന വിഷമം അതിന് കാണും.
ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ അതിനെ നമ്മൾ നേരിടണം. അതല്ലേ ജീവിതമെന്ന് പറയുന്നത്. എപ്പോഴും നമുക്ക് സുഖം സന്തോഷം മാത്രം ഇരുന്നാൽ പറ്റുമോ? കുറച്ച് ബോർ ചെയ്യും. അങ്ങനെയല്ലല്ലോ. ഈശ്വരൻ്റെ സൃഷ്ടികൾ അങ്ങനെയല്ലേ, എല്ലാ ജീവജാലങ്ങൾക്കും അങ്ങനെയല്ലേ. സമ്മിശ്ര വികാരം അതല്ലോ ജീവിതത്തിൽ അടങ്ങിയിരിക്കുന്നത്. ഇത് ചെയ്യേണ്ടതുണ്ടോ? ഇതിപ്പോൾ അറിഞ്ഞ് നാട്ടുകാരറിഞ്ഞ് എല്ലാവരും അറിഞ്ഞ് എന്തൊരു നാണക്കേടായിരിക്കും അതിന്. ഒരു വിഭാഗം കുറ്റപ്പെടുത്തും, ഒരു വിഭാഗം അതിന് സഹതപിക്കും, ഒക്കെ ചെയ്യും. പിന്നെ അത് കല്യാണം കഴിഞ്ഞ് കുട്ടികളുണ്ടോ എന്നൊന്നും നമുക്കറിയില്ല. നമ്മൾ ഈ ജസ്റ്റ് ഈ രംഗം കണ്ടതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. കാരണം അത് തന്നെ പെട്ടെന്ന് കരക്കെടുത്ത് പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, വേറെ കുഴപ്പമൊന്നുമില്ല, അത് ജീവനോട് എല്ലാം ഉണർന്നൊക്കെ തന്നെ ഇരിക്കുന്നത്, വേറെ പ്രശ്നമില്ല. എന്തിനാണ് ഇതിന് ശ്രമിക്കുന്നത്? ദൈവം നല്ല സുന്ദരമായ ഒരു ജീവിതം തന്നിട്ടില്ലേ? ദൈവം മടക്കി വിളിക്കുന്നവരെ നമുക്ക് ജീവിക്കണം, ജീവിക്കാം, ജീവിച്ചേ പറ്റൂ. അതിന് ചെറിയ ചെറിയ കാര്യങ്ങൾ ഓർത്ത്, ചിലപ്പം വലിയ കാര്യമായിരിക്കാം, മനസ്സിൽ താങ്ങാൻ പറ്റാത്ത കാര്യമായിരിക്കും, പക്ഷെ അതിന് നേരിട്ടേ പറ്റൂ, നേരിടണം. ഞാനിത് ഈ സമൂഹത്തിനോടാണ് പറയുന്നത്, ഇങ്ങനെ ആരും ശ്രമിക്കരുത്. എന്തിനാണ്? അതുകൊണ്ട് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കതിനെ തമാശയായിട്ടാണെങ്കിൽ ഭയങ്കര സീരിയസ് ആണ്. ഞാനത് വെറുതെ ഒരു രസത്തിന് വേണ്ടി പറഞ്ഞതാണ്. എനിക്ക് ചിരി വരുന്നതൊക്കെ എനിക്ക് ഉപദേശമാണ്. ആ യുവതി പിന്നീട് എപ്പോഴും എൻ്റെ ഈ വർത്തമാനം കേൾക്കുമെങ്കിൽ അന്നേരം അത് വിചാരിക്കും, ഞാനത് ചെയ്തത് മണ്ടത്തരം വരെ ഉറപ്പാണ്, ഞാനത് ചെയ്തത് മണ്ടത്തരമായിപ്പോൾ എന്ന് വിചാരിക്കും. ശരിയാണ്, അത് മണ്ടത്തരം തന്നെയാണ്. നമ്മൾ ഓരോ ദിവസവും നമ്മൾ തരണം ചെയ്ത് പോകുന്നില്ലേ? അതുപോലെ എന്ത് സംഭവം ഉണ്ടായാലും നമ്മൾ തരണം ചെയ്ത് പോകണം. നിങ്ങൾ ഈശ്വരനിൽ വിശ്വാസം അർപ്പിച്ച് മുന്നോട്ട് പോകൂ, എല്ലാം ശരിയാകും. ഇത് കേൾക്കുന്നവരോടും പറഞ്ഞ ആരും ഇങ്ങനെയൊന്നും ചെയ്യരുത്. ഈശ്വരൻ തന്ന ജന്മം നമ്മൾ മാക്സിമം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ശ്രമിക്കണം. കർമ്മം നേരായ മാർഗത്തിൽ ഉപയോഗിക്കുക.